പിന്നെ നമ്മുടെ S-400 ഇതൊക്കെ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ഇതിനെ മുഴുവൻ ഇൻ്റർസെപ്റ്റ് ചെയ്തു. എല്ലാത്തിനെയും തകർത്തു. മിസൈലുകൾ തകർത്തു, ഡ്രോണുകൾ തകർത്തു. 3 പാകിസ്ഥാൻ്റെ വിമാനങ്ങളെ, 2 JF-17 ഒരു F-16 നമ്മൾ വെടിവെച്ചിട്ടു. ചൈനയുടെ 2 വിമാനങ്ങൾ, അമേരിക്കയുടെ 1 വിമാനങ്ങൾ. ഇത് നമ്മൾ ഇത്രയും തകർത്തു. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് നടത്താൻ ശ്രമിച്ച് അതിദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന അസിം മുനീർ ഈ യുദ്ധകാലത്ത് പോലും എവിടെയെങ്കിലും പോയതോ ആരെയെങ്കിലും കണ്ടതോ സൈന്യത്തെ വന്നൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അസിം മുനീർ എവിടെയാണ്? ഈ ചോദ്യം ഇന്നലെ രാത്രി ദയനീയമായി പാകിസ്ഥാൻ തോറ്റമ്പി എന്ന് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ 15 നഗരങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമം ചെറുത്തതിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. INS വിക്രാന്തിൽ നിന്ന് ലാഹോറിലേക്കും കറാച്ചിയിലേക്കുമൊക്കെ മിസൈലുകൾ പാഞ്ഞു. പാകിസ്ഥാനിലെ പല നഗരങ്ങളും ഇന്നലെ കത്തിയെരിഞ്ഞു. അപ്പോഴും അസിം മുനീറിനെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, അസിം മുനീർ അറസ്റ്റിലാണ്. അസിം മുനീറിനെ പുറത്താക്കി ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കൗൺസിലിൻ്റെ ജനറലായ സാഹിർ ഷംഷാദ് പുതിയ പാകിസ്ഥാൻ സേനാ മേധാവിയാവുന്നു എന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.